ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇറാനും അമേരിക്കയും തമ്മിൽ യുദ്ധം നടക്കുകയാണല്ലോ. ഇതുവരെയുള്ള അപ്ഡേഷൻ അനുസരിച്ച് ഖമനായി, ഇറാൻ ആത്മീയ നേതാവ് ഖമനായി മരണപ്പെട്ടു. പിന്നെ നമ്മുടെ സഹോദരങ്ങളിൽ എല്ലാം വർക്ക് ചെയ്യുന്ന ഗൾഫ് രാജ്യങ്ങളെ ഇറാൻ ആക്രമിച്ചേക്കാണ്. അത് ഇറാൻ ചെയ്തൊരു മോശം പരിപാടിയാണ്. കാരണം അമേരിക്കൻ ബേസ് കപ്പലുകളും ഒക്കെ കടലിൽ കിടപ്പുണ്ടാകുന്ന ആക്രമിക്കാതെ ഗൾഫ് രാജ്യങ്ങളെ ആക്രമിക്കുന്നത് ശരിയല്ല. ഈ പരിപാടിയാണ് മറ്റേ നമ്മുടെ നോർത്ത് കൊറിയ ചെയ്യുന്നത്. എന്തു പറയാം, അണുബോംബ് മറ്റേ ഇടുന്ന പറയണേ, സൗത്ത് കൊറിയൻ്റെ മുകളിലിടുന്ന, അമേരിക്ക ഇടുന്നല്ല പറയണേ. യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ സൗത്ത് കൊറിയയിലിടുന്നതാണ് നോർത്ത് കൊറിയ പറയുന്നത്. അതേപോലെ ഒരു പരിപാടിയാണ് ഇറാനും കാണിച്ചേക്കുന്നത്. അമേരിക്കയിൽ ബോംബിടുന്നതിന് പകരം ഗൾഫ് രാജ്യങ്ങൾക്ക് മേൽ ബോംബിടുക. പിന്നെ അമേരിക്കയുടെ കപ്പാസിറ്റി അനുസരിച്ച് ഇന്ന് മാക്സിമം 1-2 മണിക്കൂർ കൊണ്ട് തീർക്കേണ്ട യുദ്ധമായിരുന്നു. സമയം ഒരുപാട് എടുത്തു. കാരണം എത്ര വന്നില്ല, ആകെ വന്നത്. അപ്പോൾ ഇറാനെക്കാട്ടിലും ശക്തമായ അണുബോംബുള്ള രാജ്യമാണ് പാകിസ്ഥാന് ഇന്ത്യ 23 മിനിറ്റ് കൊണ്ടാണ് കീഴടക്കിയത്. അപ്പോൾ അതൊക്കെ നോക്കുമ്പോൾ അമേരിക്കയെക്കാട്ടിലും ചൈനയെക്കാട്ടിലും ശക്തമായ രാജ്യം ഇന്ത്യയാണെന്ന് യുദ്ധത്തിൽ നമുക്ക് തോന്നിപ്പോകും. പേപ്പർ വർക്കിൽ അമേരിക്കയാണ് മുന്നിൽ. അപ്പോൾ ഈ യുദ്ധം പെട്ടെന്ന് തന്നെ തീർക്കാൻ പറ്റട്ടെ. ഇറാൻ പുതിയ സർക്കാർ വരട്ടെ. ഗൾഫിലെ ആക്രമണം എല്ലാ രീതിയിലും എല്ലാവരും ആക്രമണം നിർത്തി. ഇറാനും ഭാവിയിലെ നമ്മുടെ സഹോദരങ്ങൾ പണിക്ക് പോകുന്ന രീതിയിലുള്ള ഒരു വലിയ സൗദിയോ അല്ലെങ്കിൽ UAE അങ്ങനത്തെ പോലത്തെ നല്ലൊരു രാജ്യമായി വരട്ടെ. എങ്ങനെയായാലും നമ്മുടെ സഹോദരങ്ങൾ ഇന്ത്യക്കാർ അല്ലെങ്കിൽ മറ്റു രാജ്യക്കാർ അവിടുന്ന് ഓടിപ്പോരേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെ ഒരു ചെറിയ യുദ്ധങ്ങളാണ്. വലിയ ഇപ്പോൾ ഇറാന് അണുബോംബ് ഉണ്ടാക്കാൻ അനുവദിച്ചിരുന്നെങ്കിൽ നിങ്ങളൊക്കെ പേടിക്കണം. യുദ്ധം തുടങ്ങുന്നതിന് മുന്നേ തന്നെ എല്ലാവരും തിരിച്ചു വരേണ്ടി വരും. ഇപ്പോൾ ഇതൊരു നിസ്സാരമായ ഒരു യുദ്ധമായ കാരണം എല്ലാവരും കെട്ടിടങ്ങളുടെ ടോപ്പ് നില താമസിക്കരുത്, ഏറ്റവും താഴത്തെ ഭാഗത്ത് താമസിക്കുക. നിങ്ങൾ ആസ്വദിക്കുക യുദ്ധം, അതാണ് പറയാനുള്ളത്. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം വന്നപ്പോൾ നമ്മൾ ആസ്വദിച്ചു. പാകിസ്ഥാൻ ആണവ രാജ്യമായിട്ട് പോലും, എന്നാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ ആ യുദ്ധം ആസ്വദിക്കുക. ഒക്കെ എല്ലാം പെട്ടെന്ന് തന്നെ തീർക്കണതാണ്. ആരും ഇതൊന്നും നോക്കണ്ട. ഏറ്റവും കെട്ടിടങ്ങളുടെ ടോപ്പ് തന്നെ മാത്രം താമസിക്കാതിരുന്നാൽ മതി. ബാക്കിയൊക്കെ സേഫാണ്. എല്ലാം പെട്ടെന്ന് തീരട്ടെ. നന്ദി, നമസ്കാരം.